SC/ST വിദ്യാർത്ഥികളുടെ ഗ്രാന്റ്സ് ധനസഹായം മുടങ്ങിയിട്ട് ഒരു വർഷം. LP വിഭാഗം മുതൽ കോളേജ് തലം വരെയുള്ള വിവിധ ഗ്രാന്റുകൾക്കാണ് മുടക്കം വന്നിട്ടുള്ളത്. ധനസഹായം ലഭിക്കാത്തത് മൂലം നിരവധി വിദ്യാർത്ഥികളുടെ തുടർ പഠനമാണ് ദുരിതത്തിലായിരിക്കുന്നത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 10ാം തരം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 200 രൂപ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് 800 രൂപ, ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് മാസം 3500 രൂപ എന്നിങ്ങനെയാണ് ധനസഹായം. ഇതാണ് ഒരു വർഷത്തിലധികമായി മുടങ്ങിയിരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 50 ലക്ഷത്തോളം രൂപയും കോളേജ് വിദ്യാർത്ഥികൾക്ക് 3 കോടിയിലധികം രൂപയും കുടിശ്ശികയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ പോലും വനവാസി വിദ്യാർത്ഥികളുടെ പഠനനിലവാരം പിന്നോക്കമാണെന്ന് നാഷണൽ അസസ്മെന്റ് സർവേ റിപ്പോർട്ട് ഇതിനകം വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ SC/ST വിദ്യാർത്ഥികൾക്ക് ഗ്രാന്റ് നൽകാതെ സർക്കാർ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമാവുകയാണ്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വയറ്റത്തടിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിദ്യാഭ്യാസ ആനുകൂല്യം എന്നുള്ളത് വനവാസി വിദ്യാർത്ഥികളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണെന്നിരിക്കെ ഇത് എന്തോ സർക്കാരിൻ്റെ ഔദാര്യം എന്നുള്ള നിലയിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികളിൽ നിന്ന് അവരുടെ സമീപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. സഹായം ലഭിക്കാത്തത് മൂലം പല വിദ്യാർത്ഥികൾക്കും പഠനം ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണുള്ളത്. സർക്കാർ അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ജനം, കോഴിക്കോട്.